1988 പുറത്തിറങ്ങിയ പത്മരാജൻ ചിത്രം അപരനിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച അഭിനേതാവാണ് ജയറാം. 90കളിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം സൃഷ്ടിച്ചെടുത്ത താരം തമിഴ്, തെലുങ്കു തുടങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു. പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട് അങ്ങ് വൈകുണ്ഠപുരത്ത്, കാന്താര, ചാപ്റ്റർ 2, ഗെയിം ചേഞ്ചർ, പൊന്നിയിൻ സെൽവൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം താരം പ്രധാന വേഷത്തിലെത്തിയിരുന്നു. തമിഴിലെ ലെജൻഡറി സംവിധായകൻ മണിരത്നം 2 ഭാഗങ്ങളിലായി അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു പൊന്നിയിൻ സെൽവൻ. മണിരത്നത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിലൊരുക്കിയ ചിത്രത്തിൽ വിക്രം, കാർത്തി, ജയം രവി, ഐശ്വര്യ റായ് തുടങ്ങി വമ്പൻ താരനിരയായിരുന്നു അണിനിരന്നത്. ചിത്രത്തിൽ ആർവാക്കടിയൻ നമ്പി എന്ന കഥാപാത്രത്തെയായിരുന്നു ജയറാം അവതരിപ്പിച്ചത്. ചിത്രത്തിനായി ശരീരഭാരം വർദ്ധിപ്പിച്ച് ലുക്കിൽ മാറ്റം വരുത്തിയായിരുന്നു താരം ചിത്രത്തിൽ വേഷമിട്ടത്. ചിത്രത്തിനു വേണ്ടി നടത്തിയ തയ്യാറെടുപ്പുകളെക്കുറിച്ച് ജയറാം പറഞ്ഞ രസകരമായ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. താരത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിലാണ് മണിരത്നത്തെക്കുറിച്ചും ചിത്രത്തിലെ വിശേഷങ്ങളെക്കുറിച്ചും ജയറാം പങ്കുവച്ചിട്ടുള്ളത്. തായ്ലാൻഡിൽ ഷൂട്ട് നടക്കുമ്പോൾ ജയം രവി, കാർത്തി, കിഷോർ തുടങ്ങിയവരെല്ലാവരും തൊട്ടടുത്ത റൂമുകളിലായിരുന്നു. ഇവരെല്ലാവരും ആ സമയത്ത് കഠിനമായ ട്രെയിനിങ് നടത്തുമായിരുന്നു. കാരണം ആ കഥാപാത്രങ്ങൾക്ക് നല്ല ബോഡി വേണം. എല്ലാവരും വൈകിട്ടാവുമ്പോൾ ജിമ്മിലായിരിക്കും. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രോട്ടീൻ പൗഡർ എല്ലാം എത്തിച്ചു നൽകിയിരുന്നു. എന്നാൽ എന്റെ റൂമിന്റെ അടുത്തുനിന്ന് മാത്രം വൈകുന്നേരമായാൽ കിലുകിലും എന്നൊരു ശബ്ദം കേൾക്കും. എനിക്ക് വേണ്ടി മണിസാർ കൊടുത്തുവിടുന്ന ചാങ് എന്നു പേരുള്ള ബിയറാണത്. എനിക്ക് വയർ വെക്കാൻ വേണ്ടിയാണ് അത്രയും ബിയറെല്ലാം കൊടുത്തുവിടുന്നത്. അത് കുടിച്ച് പിറ്റേന്ന് എന്റെ മുഖമൊന്നും കാണാൻ പറ്റില്ല. അവരെല്ലാവരും നന്നായി കഷ്ടപ്പെടുമ്പോൾ ബിയർ പൊട്ടിച്ച് കുടിക്കുകയായിരുന്നു എന്റെ ജോലി എന്നും ജയറാം പറയുന്നു.